രണ്ടാമത്തെ തട്ടാണ് ഇപ്പം മേലെ കാണുന്നത്. അതിൻ്റെ മുകളിലുള്ള ബിൽഡിംഗ് നിൽക്കുന്നത് മൂന്നാമത്തെ തട്ടാട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര ഹൈറ്റിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് അറിയാം. ഈ പാലത്തിൻ്റെ 2 സർവീസ് ആട്ടോ. ഒന്ന് ട്രെയിന് പോകുന്നുണ്ട്, നിങ്ങൾ ട്രെയിന് പോകുന്നുണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടി പിന്നെ വാഹനങ്ങളും പോകുന്നുണ്ട്. ഇതെന്താ കാണണ്ടേ നിങ്ങൾക്ക്? ഇത് ഒറിജിനൽ മുളകാട്ടോ. മുളക് തൂക്കിയിട്ടതാണ് ഒറിജിനലായിട്ട്. വലിയ വലിയ ഗ്രൂപ്പുകളാണ്, കണ്ടില്ലേ? ഗ്രൂപ്പുകളാണ് ഈ ചൈനയിലെ റഷ്. ഇതാ തേളുകൾ കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷായിട്ട് തൂക്കി വാങ്ങിക്കുന്നതാണ്. ഇനി ഒരു സ്പെഷ്യലാണ് നമ്മളെ ഈ ചോങ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലം. ഫുഡുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ തന്നെയാണ് പ്രിപ്പറേഷൻ, അത് തന്നെ ഹോട്ട് പോട്ടിൻ്റെ അൾട്ടിമേറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അങ്ങനെ നമ്മൾ ജാൻജിയാങ്കി നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് ഇവിടെ നിന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ അടുത്ത് പോകുന്നത് ചോങ്ചിങ്ങിലേക്കാണ്. ചോങ്ചിങ്ങിൽ നമ്മൾ ഇന്ന് ഒരു 6 മണിക്കൂറുണ്ട് ട്രെയിനിലെത്തും. അപ്പം ഇന്ന് ചോങ്ചിങ്ങിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ യാത്ര, അങ്ങനത്തെ പ്രത്യേകത ഉള്ള കുറച്ച് യാത്രകളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ നാട്ടിലെ വയനാട് അല്ലെങ്കിൽ ഊട്ടി പോലത്തെ സ്ഥലത്തു നിന്നാണ് മലകൾ കണ്ടില്ലേ, അവിടുന്ന് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഒരു ടാക്സി അവർ അറേഞ്ച് ചെയ്ത് തന്നു. അതിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ നമ്മുടെ നാട്ടിലെ ചുരം പോലെ തന്നെ നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെയുള്ള, അതുകൊണ്ടാണ് നമുക്ക് ആ വ്യൂ കിട്ടിയത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. നമ്മൾ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ എവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ ഫുള്ള്, ഈ വണ്ടി പോലീസിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവരെ ടെക്നോളജി മൊത്തം, അതായത് നമ്മളെ വയർലെസ് ആയിട്ടുള്ള എല്ലാ സംഗതികളും, ഡിജിറ്റലായിട്ടുള്ള എല്ലാ ടെക്നോളജി വിത്ത് ക്യാമറ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പോലീസിൻ്റെ ചെറിയൊരു വണ്ടിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഇതിവിടെ കണ്ടില്ല നിങ്ങൾ, ഫ്ലാറ്റിൻ്റെ ഭാഗങ്ങൾ വളരെ കുറവ്. ഈ കാണുന്നത് അപ്പോൾ പുതിയത് വന്നത് കാണുന്നത്, ബാക്കിയൊക്കെ സാധാരണ ലെവലിലുള്ള വീടുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടോ. ഇതൊക്കെ പുതിയ ഡെവലപ്മെൻറ്റിൽ പെട്ടതാണ് ചൈനയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ ഇതിനെക്കാട്ടി വലുതൊക്കെ ആണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറയുന്നത് അതുപോലത്തെ ഒരു ടൂറിസ്റ്റ്, നമ്മളെ വയനാട് പോലത്തെ ഒരു ഉള്ളേരിയകളാണ്. ഉള്ളേരിയയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇത്തരം സെറ്റപ്പുകളിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. താഴെ വന്നു കഴിഞ്ഞാൽ ബോർഡിങ്ങിന് പോകുന്ന പോലെ തന്നെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ മേലെ കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് നമ്മളിതാ ചെക്കിങ് ഗേറ്റ് നമ്പർ 2 നമ്മളെ K74 അതാണ് നമ്മളത് കേട്ടോ, 9:02 പുറപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ സൗകര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് നിൽക്കുന്ന മാതിരി ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ കയറുക, നേരെ ട്രെയിനിൽ കയറുക കേട്ടോ. വലിയ വലിയ ഗ്രൂപ്പുകളാണ്, കണ്ടില്ലേ? ഗ്രൂപ്പുകളാണ് ഈ ചൈനയിലെ റഷ്. ഗ്രൂപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് കണ്ടില്ലേ, 2ലേക്ക് 3ലേക്ക് 1ലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മൾ പാസ്പോർട്ട് വെച്ച്, നമ്മൾ ID വെച്ച് നേരെ ഫോട്ടോയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടക്കട്ടോ. ലോക്കൽ ID ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിലൂടെ കടന്നു പോകാം. അല്ലാത്ത ആൾക്കാർക്ക് അവിടുന്ന് പാസ്പോർട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് സ്കാനിങ് മാത്രം മതി. അല്ലാതെ നമ്മൾ ടിക്കറ്റ് കാണിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒക്കെ അതിൽ റീഡ് ആയിക്കോളും. നമ്മളെ ഫേസ് ആണ് ഇവർ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തേക്ക് കടത്തുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ബോർഡിങ്ങിലേക്ക് പോവുകയാണ്, ട്രെയിനിലേക്ക് പോവുകയാണ്. നമ്മൾ താഴെ കാണുന്ന കേട്ടോ നമ്മളെ ട്രെയിന്. ചൈനയിലെ ലോങ് എല്ലാ സ്ഥലത്തേക്കും കണക്ടിവിറ്റി ഉള്ള ഗവൺമെൻറ്റിൻ്റെ ട്രെയിനാട്ടത്. ഇവിടെ റേറ്റ് കുറവാണ് ഇതിന്. മറ്റേ പ്രൈവറ്റ് സെക്ടർ അല്ല, അത് കോൺട്രാക്ട് സെക്ടർ അല്ല. അതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ്, ലേശം സമയമെടുക്കും. പക്ഷെ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ഇല്ല. ഇവിടെ ഈ ട്രെയിനേ ഉള്ളൂ സർവീസ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എസ്കുലേറ്ററിൽ, വലിയ എസ്കുലേറ്ററാണ്, എസ്കുലേറ്ററിൽ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുക കേട്ടോ. റെയിൽവേ പ്ലാറ്റ്ഫോംസ് കണ്ടെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ എവിടേക്കോ ഒരു സ്ഥലത്തേക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇല്ല, നമ്മൾ പോകുന്ന സ്ഥലത്തേക്കില്ല. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഈ ട്രെയിനേ ഉള്ളൂ കേട്ടോ. ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അടിപൊളി ഫെസിലിറ്റിയാണ്, ഗവൺമെൻറ്റിൻ്റെ ആണ്. റേറ്റ് വളരെ വ്യത്യാസമായിരിക്കും ഈ കളറുള്ള ഈ ട്രെയിനിൽ. ചൈന മൊത്തം എല്ലാ സ്ഥലത്തേക്കും ഇതുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഇടാന്ന് പറഞ്ഞാൽ മറ്റേ ടൈമിൻ്റെ പോലെ ബുള്ളറ്റ് ട്രെയിൻ പോലെ നമുക്ക് സ്പീഡായിട്ട് എത്താൻ കഴിയില്ല എന്ന് മാത്രം. പക്ഷേ നമ്മളെ നാട്ടിലേനെക്കാട്ടി എത്രയോ ഫാസ്റ്റാട്ടോ.
വലിയ ട്രെയിനാണ്, കുറേ ബോഗികളുണ്ട് കേട്ടോ. ഉള്ളിൽ കണ്ടില്ല നിങ്ങൾ സീറ്റിംഗ് സിസ്റ്റമൊക്കെ നമ്മൾ ഇന്നത്തെ പുതിയ ടെക്നോളജിയുള്ള പുതിയ അടിപൊളി സീറ്റൊക്കെ തന്നെയാണ്. ട്രെയിന് ഇതൊരു ഗവൺമെൻറ് ട്രെയിൻ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ ID ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ കടക്കുന്ന സ്ഥലത്തേക്ക് എൻട്രൻസിൽ ട്രെയിനിലേക്കുള്ളവർക്ക് നമ്മളെ പാസ്പോർട്ട് ഇതേപോലെ ഒരു മെഷീനിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ അതിലേക്ക് കയറ്റട്ടോ, നമ്മളെ ബോഗി എല്ലാ ഡീറ്റെയിൽസും. അപ്പം നമ്മളെ ഇവിടുത്തെ ലോക്കൽ ട്രെയിനിലെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സാധാരണക്കാരായ ജനങ്ങളാണ്. നമ്മളവിടുത്തെ പോലെ ഓരോരോ ചെറിയ ചെറിയ സിറ്റി എത്തുന്നിടത്തൊക്കെ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഒരു മാന്യമായ 120 അങ്ങനെ എന്തോ സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 100-120 എന്നുള്ള ഇതിലാണ് പോയി. ചെറിയ ചെറിയ സ്ഥലങ്ങളെത്തുമ്പോൾ അവരെ സ്വന്തം ഇൻഡിവിജ്വൽ വീടുകൾ, ഫ്ലാറ്റ് അല്ലാത്ത വീടുകൾ, അതിൻ്റെ കൃഷിയിടങ്ങൾ കണ്ടില്ലങ്ങൾ. സാധാരണക്കാരായ ഗ്രാമങ്ങളിലെ ആൾക്കാരാണ്. ഇതാണ് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ശരി, ഇതുപോലത്തെ ഹൈറ്റ് കണ്ടങ്ങൾ. ഇപ്പം നമ്മൾ ട്രെയിൻ പോകുന്നത് വലിയ ഹൈറ്റിലാട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മളിപ്പം ചൈനയിൽ അറിയുന്ന പ്രധാനപ്പെട്ട ബ്രിഡ്ജുകളൊക്കെ വരുന്ന ഭാഗങ്ങൾ കേട്ടോ. ഒരു കാലി സ്ഥലം നിങ്ങൾ കണ്ടോ? കാലി സ്ഥലമൊക്കെ കൃഷിയുടെ ആയിരിക്കും. മലഞ്ചെരുവുകളിലൊക്കെ വീടുകൾ, കൃഷി, പിന്നെ അവിടെയൊക്കെ ടൂറിസത്തിൻ്റെ ഡെവലപ്പായിരിക്കും കേട്ടോ. എന്ത് ഭംഗിയല്ലേ നോക്കികളെ, എന്ത് രസമാണ്. എത്ര ഹൈറ്റിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് അറിയാം. ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ഭയങ്കര ഇത് പറയുന്നത്, വർത്തമാനം പറയുന്നത്, ജേക്കബ് കണ്ടോ. നമ്മളൊരു മിഡിൽ ക്ലാസ് ആൾക്കാർ പെരുമാറുന്ന ഒരു ഹൃദയശുദ്ധിയും സ്റ്റൈലും ഉണ്ടല്ലോ, ആ സ്റ്റൈലാണ് ഇവിടുത്തെ മൊത്തം ആൾക്കാരെ ആ ഒരു പെരുമാറ്റം ട്രെയിൻ കേട്ടോ. ഹൈ ക്ലാസ് ആൾക്കാരാകുമ്പോൾ ഒന്നും ആരോടും മിണ്ടാതെ അനങ്ങാതെ മസിൽ പിടിച്ചിരിക്കില്ല, അതൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ മലൻ്റെ ഹൈറ്റ് കണ്ടങ്ങൾ. നമ്മൾ ഇന്നലെ അവതാറിൻ്റെ ലൊക്കേഷൻ കാണാൻ പോയതുപോലുള്ള വലിയ കുത്തനുള്ള മലകളാണ്. ഇതാണ് തുറന്നിട്ട് ഈ ട്രെയിൻ സർവീസ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജ് കണ്ടങ്ങൾ ഓരോന്നും. ഇവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ബ്രിഡ്ജുകളൊക്കെ ടോയ്സ് ഉണ്ടാക്കി വെച്ച മാതിരി കേട്ടോ. ടോയ്സുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കില്ല പല സ്ഥലങ്ങളിൽ, അതേപോലെ ബ്രിഡ്ജ് ഏത് ചെറിയ സ്ഥലത്തും നിറച്ചും ബ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ അതിന് ഓരോരോ ഡെവലപ്പുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. ആ പുഴേൻ്റെ വൃത്തി, കാര്യങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ടാവും. ഇതിൻ്റെ കെട്ടൊക്കെ കണ്ടെങ്കിൽ ഇത് മനോഹരമാക്കി വെച്ചിട്ടുണ്ടല്ലേ. ബ്രിഡ്ജുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലത്തേക്ക് വരെ നിറച്ചും ബ്രിഡ്ജാണ്. പഴയ സിറ്റി ആയിരിക്കും കേട്ടത്, പഴയ ഒരു സിറ്റീൻ്റെ ഭാഗമായിരിക്കും. അപ്പുറം കാണുന്ന നമ്മൾ പുറത്ത് അക്കരെ കാണുന്നത് പുതിയ സിറ്റിയും ആയിരിക്കും. ഇവിടെ കണ്ടങ്ങൾ പഴയ ബിൽഡിങ്ങുകളും പഴയതും ചെറിയൊരു പോർട്ട്. അങ്ങനെ നമ്മൾ ചോങ്കിങ്ങിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക്, അട്രാക്ഷനിലേക്ക് വരികയാണ്. സിൻസ് 1985 ചോങ്കിങ്ങിൻ്റെ ഇവിടെയൊക്കെ ഫുഡ് സ്ട്രീറ്റുകളാട്ടോ. ഫുള്ള് അട്രാക്റ്റീവാണ്. ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റാണ്, അതിൻ്റെ ഒരു ശൈലിയാണ്. ഈ ഗാർഡനിങ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഫുഡുകളുടെ വെറൈറ്റി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോക്കി നോക്കാം. അപ്പം നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വന്നു. ഇനി വാക്കിംഗ് സ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെന്താ കാണണ്ടേ നിങ്ങൾക്ക്? ഇത് ഒറിജിനൽ മുളകാട്ടോ. മുളക് തൂക്കിയിട്ടതാണ് ഒറിജിനലായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ മുളകിൻ്റെ ഏരിയ ആയിരിക്കാം. നമ്മളെ ഈ ആന്ധ്രയിലൊക്കെ ഒരു സ്ഥലമില്ലേ, അതേപോലെ മുളകിൻ്റെ ഭാഗമാണോ ഡെക്കറേഷനാണോ എന്ന് അറിയില്ല. എന്തായാലും മുളകിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കാണുന്നത്, ഒറിജിനൽ. അപ്പം മുളകിൻ്റെ ഒറിജിനൽ കണ്ടിട്ട് സിനി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുക. അതെന്താ മുളകിൻ്റെ കഥാന്ന്, മുളക് എന്താ ഇങ്ങനെ തൂക്കിയിട്ട്. അപ്പോൾ അത് വരെ ഒരു മാർക്കാണെന്ന് തോന്നുന്നു, വരെ പേരിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ഈ മുളക്. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഒറിജിനലാട്ടോ, സാധനം ഒറിജിനലാണ്. അങ്ങനെ ഫുഡിൻ്റെ ഓരോ വെറൈറ്റികളാണ്. നമ്മളെ ടർക്കിഷ് ഐസ്ക്രീം ഇവിടെ ഉണ്ട്, നമ്മളെ പറ്റിക്കുന്ന ടൈപ്പുള്ള ഐസ്ക്രീമിൻ്റെ സ്ഥലമുണ്ട്. ഇവിടെ പൊട്ടോട്ടോൻ്റെ സ്ഥലമുണ്ട്. പൊട്ടോട്ടോയിലെ പല വെറൈറ്റി പൊട്ടോട്ടോകൾ, ഫുഡുകളെ പല വെറൈറ്റികളാണ് കേട്ടോ. ഒക്കെ ഫ്രഷാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ഇവിടെ നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടതിന് ഒന്നുകൂടി വ്യത്യാസമായിട്ട് ഒന്നുകൂടി എരിവ് കൂടുതലായിരിക്കും ഇവിടുത്തെ ഫുഡിനെന്നാണ് പറയുന്നത്.
ഇതേപോലത്തെ ഇത് പന്നീൻ്റെ കേട്ടോ. ഇതാ തേളുകൾ കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷായിട്ട് തൂക്കി വാങ്ങിക്കുന്നതാണ്. ഇനി തൂക്കി വാങ്ങിക്കണത് ഇത് പാമ്പാണ് കേട്ടോ ചുരുട്ടി വെച്ചത്. ഇത് അത് നമ്മളെ തുമ്പി, ഇത് നമ്മളെ എന്താണ് കടന്നല്ലോ അങ്ങനത്തെ എന്തോ ഒരു സാധനങ്ങളാണ് കേട്ടോ. നല്ല വൃത്തിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുളകിൻ്റെ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ മുളക് നമുക്ക് ആവശ്യത്തിനിട്ട് പരത്തി തരും ഇവിടെ. അത്ര സ്ട്രോങ്ങിൽ മുളക് പരത്തി കിട്ടും. ഇതൊക്കെ ഓരോ ബ്രാൻഡ് മാതിരിയാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടും. എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവിൻ്റെ സ്ട്രോങ് ആണ് ഇവിടെ കാണുന്നത് ഫുള്ള്. ഇവിടെയൊക്കെ എരിവ് സ്പെഷ്യലാണ് നമ്മളെ ഈ ചോങ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലം. ഫുഡുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഫുഡ് പ്രാക്ടീസ് ചെയ്യാൻ ഫുഡിൻ്റെ സ്ഥലമൊക്കെ ഭയങ്കര റഷാട്ടോ. അവിടെ എന്തോ ഒരു വെറൈറ്റി ഫുഡുണ്ട്. ഇവിടെ നല്ലോണം ആലോചിച്ച് ചെക്ക് ചെയ്ത് നമുക്ക് വാങ്ങണം. ഒറ്റയടിക്ക് വാങ്ങി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്നാമത് എരിവിൻ്റെ പ്രശ്നം, 2 പോർക്ക് കുടുങ്ങുമോ എന്നുള്ളത് നോക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് നമുക്ക് ഫുഡുകൾ പറയാൻ. പക്ഷേ കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോങ്കിങ്ങിൻ്റെ ടൈം സ്ക്വയറിലാട്ടോ ഉള്ളത്. ചോങ്കിങ്ങിൻ്റെ ടൈം സ്ക്വയറാണിത്. ഇവിടെ ആൾക്കാർ ഇതുപോലെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നിട്ട് സെൻട്രൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന അതുപോലെ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. ഫോട്ടോ എടുക്കാറുണ്ട് ആൾക്കാർ. നല്ല ഗാർഡൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റുവട്ടവും നല്ല ഗാർഡനാണ്. വാക്കിംഗ് സ്ട്രീറ്റിൽ വേറെ വേറെ സെറ്റപ്പുകളുണ്ട് കേട്ടോ, പല രീതികളിലുള്ള. ഇവിടെ ഇപ്പം മരങ്ങളുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വന്നത്. 2 സൈഡും നല്ല ഗ്രീനിഷ് ആയിട്ട് നിറഞ്ഞ വലിയ മരങ്ങൾ കണ്ടില്ല അടുപ്പിച്ചിട്ടുള്ള. അതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ നടക്കുന്ന സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അങ്ങനെ ഓരോ സ്ട്രീറ്റിനും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളൊക്കെ കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം നമ്മൾ റെഗുലർ കാണുന്നല്ലാതെ റെയറായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് പിന്നെ നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. അത് നമ്മൾ ചെറുതാണ് സാധാരണ കാണാറ്. ഇത് ബ്ലാക്ക്ബെറി. ഇതൊക്കെ ഇവിടെ സിമ്പിളായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകളാട്ടോ. ഇതേപോലെ ഇവരിങ്ങനെ കൊട്ടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഫ്രൂട്ട്സുകളാണിത്. അങ്ങനെ നമ്മൾ ഹോട്ട് പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ ഹോട്ട് പോട്ട്, അറിയാലോ. അപ്പോൾ ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വരികയാണ് നമ്മൾ. ഇതേപോലെയാണ് നമുക്ക് തിളപ്പിച്ചിട്ട് ഇങ്ങനെ കിട്ടും. നമുക്ക് ഫുഡ് ആവശ്യമുള്ളത് അതിലിട്ട് കഴിക്കാം, ഓരോ സെലക്ഷനായിട്ട്. അപ്പം നമ്മൾ ഹോട്ട് പോട്ടിലേക്ക് ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ടേബിൾ നമ്മൾ എടുക്കും. ആ ടേബിളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ സാധനങ്ങൾ നമ്മൾ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി കഴിക്കും. നമുക്ക് ആവശ്യമുള്ളത്ര വേവ് കാര്യങ്ങൾ ഒക്കെ അതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ ഇതേപോലെ അടുപ്പ്, നമുക്ക് തുപ്പാൻ ഒഴിവാക്കാനുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ടേബിളിലെത്തും. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. കുടിക്കാനുള്ളത് ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിലാവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്യുക, നേരെ ഹോട്ട് പോട്ടിൽ അതിൻ്റെ അകത്ത് ഇടുക. അത് ചൂടായി ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കനുസരിച്ച വേവിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് പ്രിപ്പറേഷൻ. അത് തന്നെ ഹോട്ട് പോട്ടിൻ്റെ അൾട്ടിമേറ്റ്. അപ്പം നമ്മൾ ഹോട്ട് പോട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഗ്യാസ് അവർ കത്തിച്ച് മസാല അവർ കണ്ടില്ലേ, നമുക്ക് പറ്റിയ രീതിയിൽ 2 സെക്ഷനായിട്ടുള്ള മസാല ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളോ ഇറച്ചികളോ ഫിഷോ എന്ത് സാധനവും അവിടെ ഉണ്ടാവും. നമുക്ക് ഓരോരോ കോളിന് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊണ്ടുവരിക. അതിന് വേണ്ടിയ സലാഡ്സ് കാര്യങ്ങളെല്ലാം എന്ത് സാധനം വേണേൽ നമ്മൾ ഇതിലിടുക. നമ്മളെ ഒരു ടൈമിംഗ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വേവ് നോക്കി നമ്മൾ എടുത്ത് കഴിക്കുക. അതാണ് സിസ്റ്റം കേട്ടോ. ഇർഫാനും ഈസി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോതായ സെലക്ഷൻ. ഇവിടെ ഈവനിങ്ങിൽ ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളാട്ടോ. ഫുള്ള് ഓരോരോ ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. റെസ്റ്റോറൻറ്റ്, ഇത് ബീച്ചിന് പകരം റിവറാണ് കേട്ടോ. ഇത് റിവറിൻ്റെ സൈഡിലാണ് ഇതൊക്കെ സെറ്റപ്പ് ഉള്ളത്. ഈ പാലത്തിൻ്റെ 2 സർവീസ് കേട്ടോ. ഒന്ന് ട്രെയിന് പോകുന്നുണ്ടല്ലേ നിങ്ങൾ, ട്രെയിന് പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെ വാഹനങ്ങളും പോകും. ആൾക്കാരും വാഹനങ്ങളൊക്കെ താഴത്തെ 2ാമത്തെ തട്ടിൽ നമ്മൾ ട്രെയിൻ പതാ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടും കൂടി ഒരു പാലത്തിലാണ്. ഒരൊറ്റ കാലാട്ടോ. ഇതിൻ്റെ കാല് എന്ന് പറയുന്നത് ഈ സെൻട്രലിലുള്ള കാല. ഇവിടെയും അതിൻ്റെ എൻഡാണ്, ഇവിടെയും അതിൻ്റെ എൻഡാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇതാ റോഡ് കേട്ടോ. ഈ റോഡുകൾ കണ്ടില്ലേ,
ഇതേപോലെ ഇതിൻ്റെ മുകളിൽ റോഡുണ്ട്, അതിൻ്റെ മുകളിൽ റോഡാട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലൊക്കെ അവിടെയാണ്, അവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും റോഡുണ്ട്. ഈ ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ട്രെയിനും ബസ്സും വാഹനവും ഒക്കെ പോകുന്ന ഒരു ഇത്. മുകളിൽ ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതാ ആൾക്കാരെ കണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു രണ്ടാമത്തെ തട്ടാണ് ഇപ്പം മേലെ കാണുന്നത്. അതിൻ്റെ മുകളിലുള്ള ബിൽഡിങ് നിൽക്കുന്നത് മൂന്നാമത്തെ തട്ടാട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ പാലത്തിനെ പറ്റി പറയാം. പാലത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളതാണ് നമ്മളെ മെയിൻ റോഡ്. അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഗ്യാപ്പിലാണ് നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് കാര്യപ്പെട്ട ഒരൊറ്റ കാലേ ഉള്ളൂ, ബാക്കി റോപ്പിലാണ് ഇത് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത് ലോകത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്രിഡ്ജിൽ പെട്ടതാണ് ഈ ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ കാര്യമായിട്ട് ലൈറ്റിംഗ് തന്നെയാണ് കേട്ടോ മെയിൻ. ബോട്ട് സർവീസ് ആയാലും ബിൽഡിംഗ് ആയാലും ഒക്കെ കണ്ടെങ്കിൽ ഒരു ബോട്ട് പോകുന്നൊക്കെ ഫുള്ള് കല്യാണപ്പുരമാതിരി ലൈറ്റൊക്കെ ഇട്ടാൽ. ഇതിപ്പം ലൈറ്റ് കണ്ടെങ്കിൽ ബ്രിഡ്ജിന് ലൈറ്റ് ഓടിക്കളിക്കലായി. അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം ഒരു മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ കുറേ നേരം കത്തിക്കിടക്കും, കുറേ നേരം മിന്നി കളിക്കും. പിന്നെ ബോട്ടുകൾക്ക് തന്നെ വേറെ വേറെ ടൈപ്പ് ലൈറ്റുകൾ. ലൈറ്റിൻ്റെ മെയിൻ ലൈറ്റിൻ്റെ പരിപാടികളാണ് ഇവിടെ മൊത്തത്തിൽ അട്രാക്ഷൻ കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ ചോങ്ചിങ്ങിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഡിഫറെൻറ്റ് വീഡിയോ അല്ലേ. അതായത് തട്ടായിട്ട് സിറ്റികൾ, അതിൽ ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, ഇതേപോലത്തെ ഹോട്ടലുകൾ, ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. അപ്പം നാളെ ഇതിൻ്റെ വേറെ രസമുള്ള കാഴ്ചകളുണ്ട്. ഒരുപാട് സ്റ്റെപ്പ് മേലെ കയറിയിട്ട് അടിയിൽ കൂടി സ്റ്റെപ്പ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങിയൊക്കെ വരുന്ന കുറേ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വേറെ ഒരു സിറ്റിയും ഉണ്ട് കേട്ടോ, ഒരു പ്രധാനപ്പെട്ട സിറ്റി. അപ്പോൾ നാളത്തെ കാഴ്ചകൾ കാണും വരെ ബായ്.